ഒരു കുട്ടി ഈവനിങ് റൊട്ടീൻ കണ്ടാലോ? ഇപ്പം 4:30 ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ട്. 4:30ക്കാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത്. ആദ്യം ഞാനൊരു 1 അവർ പഠിക്കാനിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു 5:30 വരെയാണ് ഞാൻ വായിക്കാനിരിക്കുന്നത്. അതിനുശേഷം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തത് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഒരു ചെറിയൊരു ബുക്കിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓരോന്നും പഠിക്കുന്നതിനനുസരിച്ച് റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്യും. അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള എല്ലാം തന്നെ റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്യണമെന്ന് 1-2 മാർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് വരും. അപ്പോൾ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ റെഡ് മാർക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം തന്നെ പഠിക്കും. എനിക്കൊരു ടോപ്പിക് എക്സാം ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. അതിലുള്ള ഒരു ടോപ്പിക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് അത് മാത്രമാണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രീൻ്റെ തന്മാത്ര എന്നുള്ള ഭാഗത്തു നിന്നാണ് ഇന്ന് ടോപ്പിക് എക്സാം ഉള്ളത്. അപ്പോൾ ഞാൻ അതാണ് പഠിക്കുന്നത്. ആദ്യം വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കും. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി പഠിക്കും. അതന്നെ ഞാൻ എഴുതിയും കൂടി പഠിക്കും. എൻ്റെ അടുത്തുള്ള ഈ മാജിക്കൽ സ്ലേറ്റിൻ്റെ അകത്ത് ഞാൻ എഴുതി പഠിക്കും. ഇപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മുടെ ഈ മാജിക്കൽ സ്ലേറ്റ് PSC പഠിക്കുന്ന ഏതൊരാൾക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം തന്നെയാണ്. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എഴുതി പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഓർമ്മയിലേക്ക് നിൽക്കും. അതിന് വേണ്ടിയിട്ട് ഈ മാജിക്കൽ സ്ലേറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ എഴുതി പഠിക്കാം. എല്ലാ ആൾക്കാരൊക്കെ ന്യൂസ് പ്രിൻ്റിൻ്റെ അകത്ത് എഴുതി പഠിക്കുന്നുണ്ടാവും. അതും നല്ലതാണ്. നമുക്ക് ഇതുപോലെ മാജിക്കൽ സ്ലേറ്റിൻ്റെ അകത്തേക്ക് മാത്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ തന്നെ കുറേ നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ്. കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എനിക്ക് അത്ര ലൈക്കില്ലാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷേ നമ്മൾ PSC പഠിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ വരണം എന്ന് ആഗ്രഹമുള്ള ഏതൊരാൾക്കും ഏതൊരു സബ്ജക്റ്റും നല്ല ഇഷ്ടത്തോടു കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടാൻ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റും ഇപ്പോൾ നല്ല രീതിയിൽ ഒരു ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എന്തോ ഒരു ഇതുണ്ട്, അതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാലും മാറി വരും. നമുക്ക് നല്ല രീതിയിൽ എല്ലാ സബ്ജക്റ്റും നല്ല ഇഷ്ടത്തോടു കൂടി പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാനാവൂ. ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെക്കുന്നില്ല. നമുക്ക് ടോപ്പിക് എക്സാമിന് മാർക്ക് കിട്ടണമെങ്കിൽ ഈ സബ്ജക്റ്റ് കൂടി പഠിച്ചിട്ട് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്ര വലിയ ഇഷ്ടമില്ലെങ്കിലും നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഏതൊരു സബ്ജക്റ്റും നമ്മൾ ഇഷ്ടത്തോടു കൂടി പഠിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടം വരികയും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് സബ്ജക്റ്റ് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചാലും ഒരു ഇഷ്ടം വരുത്തിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പഠിക്കുന്നത് നമ്മുടെ മാത്സാണ്. മാത്സ് എന്ന് വെച്ചാൽ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് മാത്സിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മാത്സ് ചെയ്ത് നോക്കിയാലേ നമുക്ക് മുന്നോട്ട് നല്ലൊരു മാർക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ നോക്കുന്നത് പലിശേൻ്റെ കണക്കുകളാണ്. പലിശേൻ്റെ മൊത്തം കണക്കുകളും ഞാനൊരു ക്ലാസ് കണ്ടിട്ടാണ് എഴുതിയെടുത്തിട്ടുള്ളത്. അതൊക്കെ നല്ല രീതിയിൽ പഠിച്ച് പിന്നെ ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ്. എൻ്റേതായ രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ മാത്സ് ചെയ്യുന്നത് ഒരു പേജിൻ്റെ 2ആയിട്ട് മടക്കിയിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. ഒരു ലൈൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് 2 ഭാഗത്തും ഞാൻ മാത്സ് ചെയ്ത് നോക്കും. ക്വസ്റ്റ്യനൊക്കെ നല്ല രീതിയിൽ ഷോർട്ടൊക്കെ ആക്കിയിട്ട് എഴുതിയാൽ നമുക്ക് നല്ല രീതിയിൽ പേജൊക്കെ ലാഭിക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ബുക്കിൻ്റെ അകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാത്സൊക്കെ ചെയ്ത് നോക്കാം. മാത്സിന് അടിപൊളി യൂസ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഈ മാജിക്കൽ സ്ലേറ്റ്. എല്ലാവരും മസ്റ്റായിട്ടും വാങ്ങി നോക്കണേ. എൻ്റെ കയ്യിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് കുറേ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ആ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ചെയ്ത് നോക്കുന്നത്. ആ പലിശേൻ്റെ ഫുൾ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്. പലിശ മൊത്തം എൻ്റെ കയ്യിലുണ്ട്, ക്വസ്റ്റ്യൻസും ആൻസറൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കി പഠിച്ചതാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്ത് നോക്കും. ഡെയിലി നമ്മളൊരു 30 മിനിറ്റെങ്കിലും മാത്സ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷും മാത്സും കറണ്ട് അഫയേഴ്സിനും എല്ലാത്തിനും ഒരു 30 മിനിറ്റ് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മാത്സും കറണ്ട് അഫയേഴ്സും ഒക്കെ പഠിച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റൂ. ഞാൻ ഡെയിലി മാത്സും കറണ്ട് അഫയേഴ്സിനൊക്കെ ഒരു 30 മിനിറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കലുണ്ട്. ഞാനിപ്പോൾ ഒരു കൺസിസ്റ്റൻസി സ്റ്റഡി ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഒരു മാസത്തേക്കുള്ളൊരു ചലഞ്ചാണ്. അപ്പോൾ അതിൽ ഞാൻ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, ഇന്ന് ഏതൊക്കെ ടോപ്പിക്കാണെന്നൊക്കെ ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ സ്റ്റഡി ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരു 30 ദിവസം ഞാൻ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ദിവസം റിവിഷൻ ചെയ്യണം എന്നൊക്കെ ഫുൾ ലിസ്റ്റും ഏതൊക്കെ ടോപ്പിക്ക് ഏതൊക്കെ ദിവസം പഠിക്കണം എന്നുള്ളൊരു ലിസ്റ്റും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ ലോങ് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി നമ്മൾ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യും ഈ കൺസിസ്റ്റൻസി സ്റ്റഡി ചലഞ്ചിൻ്റെ. ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. ടേബിളൊക്കെ ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് പോകുന്നത്.
ഈവനിങ് ഞാൻ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് യോഗ. എനിക്ക് ഒരു പോസിറ്റീവ് എനർജി യോഗ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. എന്നിട്ട് ഞാനൊന്ന് ഫ്രഷ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെറിയൊരു പ്രഹസനമാണ്, ഇതൊന്നും നോക്കണ്ട. പിന്നെ ഞാൻ ഒരു 7 മണിക്കാണ് പഠിക്കാനിരിക്കുന്നത്. നേരത്തെ വായിച്ചതിൻ്റെ ഒക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കും, ഒരു 10 മിനിറ്റ്. എന്നിട്ടാണ് ബാക്കി പഠിക്കാനിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.